കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകൾ കോൺഗ്രസ് പ്രതിഷേധം ആശുപത്രിയിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞതിനെ തുടർന്ന് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവെന്നായിരുന്നു പരാതി. അരിവാപ്പുലം സ്വദേശി ഷാജഹാനാണ് പോലീസിൽ പരാതി നൽകിയത്. കോന്നി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് രാവിലെ പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചത്. രാവിലെ എത്തിയ പ്രവർത്തകർ മെഡിക്കൽ കോളേജിന്റെ കവാടത്തിലെത്തിയതിനു ശേഷം പിന്നീട് പോലീസ് തടഞ്ഞു. അതിനുശേഷം DCC പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെ കടത്തിവിടാൻ പോലീസ് വിസമ്മതിച്ചു. തുടർന്ന് തർക്കമുണ്ടായി. അതിനുശേഷമാണ് ഈ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ നേരിട്ട് കാണുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായൊരു മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ചെറിയ മെഡിക്കൽ കോളേജിലാണ്, ഇവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണ്, ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 14 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ കൈ ഓപ്പറേഷൻ ചെയ്തതിലുണ്ടായ ചികിത്സാ പിഴവാണ് ഈ സമരത്തിന് നയിച്ചത്. അത് പ്രധാനമായും തൻസീർ എന്ന് പറയുന്ന കുട്ടിയുടെ അരുവാപ്പുലം പഞ്ചായത്തിൽ തന്നെ മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുന്ന അരുവാപ്പുലം പഞ്ചായത്തിലുള്ള കുട്ടിയാണത്. 14 വയസ്സാണ്. അപ്പോൾ കൈ ഒടിഞ്ഞ് അത് ചികിത്സിക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. പക്ഷേ ആ ചികിത്സ 2.5 മാസക്കാലം നടത്തിയെങ്കിലും ആ ചികിത്സയിലൂടെ പിഴവ് സംഭവിക്കുകയും കൈ നേരെയാകാതാവുകയും കൈ വളഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് തൻസീറിൻ്റെ കൈ നേരെയാക്കാൻ അച്ഛനമ്മമാർ കഴിഞ്ഞത്. അത് 2.5 ലക്ഷം രൂപയോളം തുക അവർക്ക് ചിലവാകുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് കോന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവ് ഇവിടെ ഉണ്ടായെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായത്. എന്തായാലും കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ മാർച്ചും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. ഓഫീസിലെത്തി അരമണിക്കൂറോളം ഈ സൂപ്രണ്ടിനെ ആശുപത്രിയിൽ ഉപരോധിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കൃത്യമായ ഒരു മറുപടി ഇത് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് ഇതുവരെ നൽകിയിട്ടില്ല. ചെറിയ മെഡിക്കൽ കോളേജാണ്, സൗകര്യങ്ങൾ പരിമിതമാണെന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എത്തരത്തിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അരമണിക്കൂറോളം ഈ ആശുപത്രിയിൽ പ്രതിഷേധിച്ച ശേഷമാണ് പിന്നീട് സമരം കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.